കേരളം ഉറ്റുനോക്കുന്ന സംസ്ഥാന ബജറ്റ് നാളെ. പ്രളയാനന്തര കേരള പുനർനിർമ്മാണത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റിൽ 25 പദ്ധതികളാണ് നവകേരള നിർമ്മിതിക്കായി പ്രഖ്യാപിക്കുന്നത്. പ്രധാന മേഖലകളിൽ നികുതി ഉയർത്താതെയും സാധാരണക്കാരന്റെ ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നതുമാകും ബജറ്റ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്കും ബജറ്റിൽ പ്രാധാന്യമുണ്ടാകും. നാളെ രാവിലെ ധനമന്ത്രി തോമസ് ഐസക് തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒരു വർഷത്തെ കേരള ജനതയ്ക്കുള്ള കരുതലുമായി സഭയിലെത്തും. തുടർന്ന് കൃത്യം 9 മണിക്ക് തന്നെ ബജറ്റ് അവതരിപ്പിക്കും. പ്രളയം ബാക്കിവെച്ച ദുരന്തത്തിന്റെ അടയാളങ്ങൾ മാറും മുൻപെയാണ് 2019-2020 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരള പുനർനിർമ്മാണത്തിനാണ് ഇത്തവണത്തെ ബജറ്റിൽ ഊന്നൽ നൽകുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായിരിക്കും പ്രധാന പരിഗണന. ഭൂമി, പെട്രോൾ, മദ്യം എന്നിവയ്ക്ക് നികുതി വർധന ഉണ്ടാകില്ല. കൂടാതെ പെൻഷൻ ഉൾപ്പെടെ സാധാരണക്കാർക്ക് നൽകുന്ന പദ്ധതികളോടും അനുകൂല നിലപാടാകും ഉണ്ടാകുക. തീരദേശ പുനരധിവാസം ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള നടപടികളും പദ്ധതിയിൽ ഉൾക്കൊള്ളും. 1% പ്രളയ സെസ് ജനങ്ങൾക്ക് ഭാരമാകില്ലെന്നും ഇതിലൂടെ വിലക്കയറ്റം ഉണ്ടാകുമെന്നുള്ള പ്രചരണം അസംബന്ധമാണെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രളയ പുനർനിർമ്മാണത്തിന്റെ റീബിൽഡ് കേരളയുടെ കാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനമായിരിക്കും ബഡ്ജറ്റ്. നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത്. അപ്പോൾ ഒരു വശത്ത് പുതിയ വിഭവ സമാഹരണം വേണ്ടി വരും. പെട്ടെന്ന് പരിമിതിയുണ്ട്. പക്ഷെ കൂടുതൽ ഊന്നാൻ പോകുന്നത് നിലവിലുള്ള GST പരമാവധി കളക്ട് ചെയ്യുക. മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലത് നേടിയിട്ടുള്ള നേട്ടം കേരളത്തിൽ നേടാൻ പറ്റണം. ചരക്ക് സേവന നികുതിയുടെ നിരക്കുമാറ്റം കോടികളുടെ നഷ്ടമാണ് സംസ്ഥാനത്തിനുണ്ടാക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചിലവുകൾ 16% കൂടുമ്പോൾ വരുമാനം 10% മാത്രം വർദ്ധിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും. അതേസമയം GST വരുമാനം വർദ്ധിക്കുമെന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷയെന്നും സർക്കാരിന്റെ ചിലവുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നികുതി ചോർച്ച തടയുവാനും നികുതി കുടിശ്ശിക പിരിക്കൽ ഊർജിതമാക്കുവാനും നടപടികളുണ്ടാകും. സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും ബജറ്റിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഫെബ്രുവരി 1 ധനമന്ത്രി പീയൂഷ് ഗോയൽ കേന്ദ്ര പൊതു ബജറ്റ് അവതരിപ്പിക്കും. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ചേരും. 14 ദിവസം മാത്രം നീളുന്ന പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത്. 2014 മെയ്യിൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് സമ്മേളനം കൂടിയാണിത്. രാമക്ഷേത്ര നിർമ്മാണ ഓർഡിനൻസ് അടക്കം നിരവധി വിഷയങ്ങളുണ്ടെങ്കിലും പൊതു ബഡ്ജറ്റിലൂന്നിയായിരിക്കും പ്രധാന ചർച്ച. അരുൺ ജെയ്റ്റ്ലി ചികിത്സയ്ക്കായി വിദേശത്തായതിനാൽ ധനമന്ത്രിയായി ചുമതലയേറ്റ പീയൂഷ് ഗോയൽ അവസാന പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകുന്നതായിരിക്കും ബഡ്ജറ്റ് എന്നാണ് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമല്ലാത്തതിനാൽ ജനപ്രിയ പദ്ധതികൾ അവതരിപ്പിക്കാനും തുക വകയിരുത്താനും കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടും. കഴിഞ്ഞ 5ഓളം പാർലമെന്റ് സമ്മേളനങ്ങൾ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങിപ്പോയതിനാൽ അവസാന ബഡ്ജറ്റെങ്കിലും പ്രശ്നരഹിതമായിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ താൽപര്യം. പക്ഷെ BJPക്കെതിരെ ഒരുമിച്ച പ്രതിപക്ഷം പഴയതിനേക്കാൾ ഇപ്പോൾ ശക്തരാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ അവരും വിവിധ വിഷയങ്ങൾ ഉയർത്തും. സമ്മേളനം സമാധാനപരമായി കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്നു ചേരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള കോൺഗ്രസ് പിളർത്താനുള്ള PJ ജോസഫിന്റെ നീക്കത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങി KM മാണി. അധിക സീറ്റ് എന്ന ജോസഫിന്റെ ആവശ്യം മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി തടയിടാനാണ് മാണിയുടെ നീക്കം. UDF-ൽ നിന്നും പുറത്തു പോകേണ്ടി വന്നാലും നിലപാട് മാറ്റേണ്ടതില്ല എന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിൽ PJ ജോസഫ് ഉയർത്തിയ യുദ്ധപ്രഖ്യാപനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാണ് KM മാണിയുടെ തീരുമാനം. പാർട്ടി പിളർത്താനായി 2 ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ട PJ ജോസഫിന്റെ നിലപാടിനെ പരസ്യമായി പിന്തുണച്ച KM മാണി പിൻവാതിലിലൂടെ മുസ്ലിം ലീഗിനെ രംഗത്തിറക്കി സീറ്റ് ആവശ്യം തടയാനുള്ള നീക്കമാണ് നടത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അധിക സീറ്റ് വേണമെന്ന് പറഞ്ഞ KM മാണിയും മകൻ ജോസ് കെ മാണിയും നടത്തുന്നത് സാധാരണ കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണിൽ പൊടിയിടലാണ്. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലും സീറ്റ് സംബന്ധിച്ച വിഷയത്തിൽ മാണി മൗനം പാലിച്ചു. PJ ജോസഫാണ് സീറ്റ് ആവശ്യം ഉന്നയിച്ചതും. കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റിന് പുറമെ ലോക്സഭാ സീറ്റ് കൂടി നൽകിയാൽ തങ്ങൾക്കും സീറ്റ് നൽകണമെന്ന ആവശ്യമാകും അടുത്ത UDF യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മുൻപോട്ട് വെക്കുന്ന ആവശ്യം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റ് UDF മുമ്പോട്ട് വെച്ചിട്ടും ഒരു സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകണമെന്ന കാരണത്താൽ
15 സീറ്റ് മതിയെന്ന നിലപാടായിരുന്നു കെ.എം. മാണി സ്വീകരിച്ചത്. സമാനമായ രീതിയിൽ പി.ജെ. ജോസഫ് വിഭാഗത്തിന് ലോക്സഭാ സീറ്റ് നൽകാതിരിക്കാനുള്ള നീക്കമാണ് കെ.എം. മാണി ഇപ്പോൾ ലീഗിനെ മുന്നിൽ നിർത്തി നടത്തുന്നത്. എന്തായാലും പാർട്ടിയിൽ മാണിക്കും മകനുമുള്ള അപ്രമാദിത്വം പാർട്ടി പിളർന്നാലും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പി.ജെ. ജോസഫ്. ഇന്ന് വൈകിട്ട് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിൽ നടക്കുന്ന ഉപവാസ യോഗം പി.ജെ. ജോസഫ് വിഭാഗത്തിന്റെ ശക്തി പ്രകടനം കൂടിയാകും. UDF കൂടെ കൂട്ടിയില്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് വഴി LDF പ്രവേശനത്തിലുള്ള നീക്കവും പി.ജെ. ജോസഫ് അണിയറയിൽ നടത്തുന്നുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര നടക്കുന്ന ഘട്ടത്തിൽ പി.ജെ. ജോസഫ് സംഘടിപ്പിക്കുന്ന ഉപവാസ സമരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വൈകിട്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഉപവാസം നടത്തുന്നത്. ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നതെങ്കിലും ജോസഫ് വിഭാഗത്തിന്റെ ശക്തി പ്രകടനമാകും ഇന്നത്തെ പരിപാടി. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിന് പിന്നാലെ ജോസ് കെ മാണി പാർട്ടി ചെയർമാനാകാൻ നടത്തുന്ന നീക്കത്തെ തുടർന്നാണ് പി.ജെ. ജോസഫ് കേരള കോൺഗ്രസ് എം വിടാനുള്ള തീരുമാനം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇടുക്കി സീറ്റ് LDF നിലനിർത്തുമെന്നും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനമായിട്ടില്ല എന്നും മന്ത്രി എം മണി. UDF സീറ്റ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്നും ഉമ്മൻചാണ്ടി മത്സരത്തിലെത്തിയാൽ പിന്മാറുമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരും പറഞ്ഞു. സംസ്ഥാന സർക്കാരും MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജും മലയോര ജനതയ്ക്കായി നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇടതിന്റെ വോട്ട് പ്രതീക്ഷ. മണ്ഡലം നിലനിർത്തുന്നതിന് അണിയറ പ്രവർത്തനങ്ങൾ സജീവമാണെന്ന് മന്ത്രി എം മണി പറഞ്ഞു. ഓരോ കേന്ദ്രത്തിലും 10,000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ആ നിലയിൽ നന്നായി നടക്കും. ആര് വന്നാലും ഞങ്ങൾ നേരിടാൻ റെഡിയില്ല. അതിനിടെ ഇടുക്കി സീറ്റിൽ UDFൽ അവകാശവാദങ്ങൾ കൂടി വരികയാണ്. സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ ആവർത്തിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ അവകാശമുണ്ടെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ഏത് സീറ്റാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇടുക്കി സീറ്റാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ജോസഫ് ശക്തമായി ഉന്നയിച്ചു എന്ന് കരുതി ഇടുക്കി സീറ്റ് മാത്രമല്ല, ജോസഫ് ചാലക്കുടിയും ചോദിച്ചിട്ടുണ്ടല്ലോ. ജോസഫിന് വേണ്ടി ചാലക്കുടി കൊടുത്തുകൊണ്ട് തൃപ്തരാക്കാവില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ആ അവകാശവാദത്തിൽ നിന്ന് പുറകോട്ട് പോകും. അദ്ദേഹം മത്സരിക്കുന്നതിന് സർവാത്മന സ്വാഗതം ചെയ്യുന്നൊരു പാർട്ടിയാണ് ഞങ്ങൾ. അദ്ദേഹം ഇടുക്കിയിൽ മത്സരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി വന്നാൽ സർവാത്മന ഞങ്ങളുടെ ആവശ്യം പിൻവലിക്കും. വൈകാതെ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുമെന്നും UDF സെക്രട്ടറി കൂടിയായ ജോണി നെല്ലൂർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനുറച്ച LDF അനുകൂല രാഷ്ട്രീയ സാഹചര്യം വിജയമുറപ്പിക്കുമെന്ന വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും LDFന് അനുകൂലമാണ്. മുല്ലപ്പള്ളി പിന്മാറിയതോടെ വടകരയിൽ സ്ഥാനാർത്ഥിയെ തേടുകയാണ് UDF. ഇടതുകോട്ടയെന്ന് വിശേഷണമുള്ള വടകര ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണയും LDFനെ കൈവിട്ടു. മുല്ലപ്പള്ളിയിലൂടെ വടകര പിടിച്ച UDF ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലല്ല തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. MP എന്ന നിലയിൽ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ മുല്ലപ്പള്ളിക്കായില്ല എന്ന വിമർശനം കോൺഗ്രസിൽ തന്നെ സജീവമാണ്. KPCC പ്രസിഡന്റായതിനാൽ മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയ മുല്ലപ്പള്ളിക്ക് മണ്ഡലം നിലനിർത്താനായില്ലെങ്കിൽ വലിയ ക്ഷീണമാകും. MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ലോക് താന്ത്രിക് ജനതാദൾ LDFനൊപ്പം എത്തിയത് ഇടതിന് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ വളരെ അനുകൂല സാഹചര്യമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വീരേന്ദ്രകുമാറിൻ്റെയും മറ്റുമൊക്കെ ഉള്ള ഒരു വിഭാഗം ഇവർ തിരിച്ചു വന്നിരിക്കുന്നു. അവർക്ക് പല മണ്ഡലങ്ങളിലായിട്ട് അവിടെ ഗണനീയമായ സ്വാധീനമുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം ഇടതുപക്ഷമാണ് വെച്ചിരിക്കുന്നത്. മറ്റു ചിലവരൊക്കെ ഇവിടെ നോൺ റെസിഡൻറ്റ് മലയാളി എന്നൊക്കെ പറയുന്ന പോലെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെയാണ്, നേതാക്കന്മാരൊക്കെയാണ് അവിടെ ഉള്ളത്. അവരെ കൊണ്ട് മണ്ഡലത്തിന് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2009 56,186 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തിയ മുല്ലപ്പള്ളി 2014 3,306 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ജയിച്ചു കയറിയത്. മുല്ലപ്പള്ളിക്കെതിരായ വികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമായിരുന്നു. കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, കുറ്റ്യാടി എന്നീ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കുറ്റ്യാടി മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്നത്. ആകെ 76,991 വോട്ടിന്റെ ലീഡ് LDFന് ലഭിച്ചു. കുറ്റ്യാടിയിൽ UDF ജയിച്ചതാകട്ടെ 1,157 വോട്ടിനും. വടകരയിൽ കാര്യമായ സ്വാധീനമില്ലാത്ത BJP വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാവും ഇത്തവണയും നടത്തുക. കഴിഞ്ഞ 2 തവണയും UDF വിജയിച്ചു കയറിയ സാഹചര്യമല്ല വടകരയിൽ ഇത്തവണയെന്ന് വ്യക്തം. മണ്ഡലം തിരിച്ചുപിടിക്കാനുറച്ച് LDF കളത്തിലിറങ്ങുമ്പോൾ ഏത് വിധേനയും മണ്ഡലം നിലനിർത്താനുള്ള ശ്രമമാവും UDF നടത്തുക. വടകരയിൽ നിന്നും AK ലതീഷ്.
തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള BDJSന്റെ നിർണായക യോഗം ഇന്ന് വൈകിട്ട് ചേർത്തലയിൽ ചേരും. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള BDJSന്റെ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. സീറ്റ് ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും യോഗത്തിലുണ്ടാകും. ഇന്ന് നടക്കുന്ന നിർണായക യോഗത്തിലാകും BDJSന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് തീരുമാനമെടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BDJSന്റെ നിർണായക യോഗമാണ് ചേർത്തലയിൽ ഇന്ന് നടക്കുന്നത്. NDA കൺവീനർ കൂടിയായ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള സംസ്ഥാന നേതൃയോഗമാണ് നടക്കുക. വരുന്ന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളാണ് BDJS ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും 4 സീറ്റുകൾ പോലും BDJSന് നൽകേണ്ട എന്ന കടുത്ത നിലപാടാണ് BJP സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. എന്നാൽ BDJS നേതാക്കൾക്ക് BJPയുടെ ദേശീയ നേതാക്കളുമായുള്ള അടുപ്പമുപയോഗിച്ച് തങ്ങൾ ആവശ്യപ്പെട്ട 8 സീറ്റുകളും കൈക്കലാക്കാനാകുമെന്നാണ് BDJS നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, ആറ്റിങ്ങൽ തുടങ്ങി ജയസാധ്യതയുള്ള സീറ്റുകളിൽ തങ്ങൾ മത്സരിക്കുമെന്നാണ് BDJS പറയുന്നത്. എന്നാൽ ഈ സീറ്റുകളൊന്നും BDJSന് കൊടുക്കേണ്ട എന്നും പകരം BJPക്ക് ജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ മാത്രം വിട്ടു നൽകിക്കൊണ്ട് BDJSനെ ഒതുക്കുക എന്നുള്ളതാണ് BJP കേരള ഘടകം ലക്ഷ്യം വെക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് BDJS നേതാക്കൾ BJP ദേശീയ അധ്യക്ഷനടക്കമുള്ളവരുമായി സീറ്റ് ചർച്ച നടത്തി കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുഷാർ അടക്കമുള്ള BDJS നേതാക്കൾ BJP നേതൃത്വം നൽകിയ ശബരിമല സമരം അടക്കമുള്ളതിലൊപ്പം നിന്നത്. ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ മത്സരിക്കേണ്ട BDJS സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ BDJSുമായുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാവും BDJS BJP വിടുന്നതടക്കമുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ BDJSുമായുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാവും BDJS BJP വിടുന്നതടക്കമുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട UDF ഘടകകക്ഷികൾ. കേരള കോൺഗ്രസ് മാണി വിഭാഗവും മുസ്ലിം ലീഗുമാണ് അധിക സീറ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇക്കാര്യം UDF യോഗത്തിൽ ചർച്ച ചെയ്യാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. അതേസമയം അധിക സീറ്റ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ആർക്കും ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് UDF കൺവീനർ വ്യക്തമാക്കി. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധി UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. കോട്ടയത്തിന് പുറമെ ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ളതിന് പുറമെ KM മാണി ഉണ്ടായിരുന്നെങ്കിലും PJ ജോസഫാണ് കേരള കോൺഗ്രസിന് വേണ്ടി അധിക സീറ്റ് ആവശ്യപ്പെട്ടത്. ഇടുക്കിയോ ചാലക്കുടിയോ നൽകണമെന്നായിരുന്നു ആവശ്യം. നേരത്തെ കേരള കോൺഗ്രസിന് 2 സീറ്റ് ഉണ്ടായിരുന്നുവെന്നും അതിൽ വിജയിച്ചിരുന്നുവെന്നും PJ ജോസഫ് രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു. അതേസമയം 3ാം സീറ്റിന് അവകാശമുണ്ടെന്ന് മുസ്ലിം ലീഗും രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള എല്ലാ കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചതായി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഓരോ പാർട്ടിയും അതിന്റെ ക്ലെയിമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി. അല്ല, അതൊക്കെ എല്ലാവരും പറയല്ലോ, സ്വാഭാവികല്ലേ. എന്നാൽ കൂടുതൽ സീറ്റ് നൽകുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ആർക്കും ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്നായിരുന്നു UDF കൺവീനർ ബെന്നി ബെഹനാന്റെ പ്രതികരണം. ഒരു അഷുറൻസ് കൊടുക്കേണ്ട കാര്യമില്ല. അഷുറൻസ് കൊടുക്കേണ്ട ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. അഷുറൻസ് കൊടുത്തിട്ടില്ല. അദ്ദേഹവും പറഞ്ഞത് UDFന്റെ കാര്യം സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള പക്വത ഇവിടുത്തെ നേതാക്കന്മാർക്കുണ്ട്. അരമണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ദില്ലിക്ക് മടങ്ങിയത്. വരാൻ പോകുന്ന UDF യോഗങ്ങൾ ശക്തമായ സീറ്റ് തർക്കങ്ങളുടെ വേദിയാകുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഘടകകക്ഷി നേതാക്കൾ നൽകുന്ന സൂചന. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. മോദിയുടെ സൊമാലിയൻ പരാമർശത്തിന് സമാനമായി കേരളത്തെ പരിഹസിച്ച രാഹുൽ ഗാന്ധി. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനത്തുള്ള കേരളത്തിൽ ആശുപത്രികളും സ്കൂളുകളും എവിടെയെന്ന് രാഹുലിന്റെ ചോദ്യം. ആർദ്രം പദ്ധതിയുടെ കീഴിൽ കേരളത്തിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള ആശുപത്രികൾ ഉള്ളപ്പോഴാണ് രാഹുലിന്റെ പരിഹാസ പ്രസംഗം. കൊച്ചി മറൈൻ ഡ്രൈവിൽ കോൺഗ്രസ് ബൂത്ത് ഭാരവാഹികളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച നേതൃസംഗമത്തിലായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തെ അധിക്ഷേപിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിൽ കേരളം 1ാമതെത്തിയിരുന്നു. കൂടാതെ നീതി ആയോഗിന്റെ പഠനത്തിൽ കേരളം ആരോഗ്യരംഗത്തും 1ാം സ്ഥാനത്താണ്. വസ്തുത ഇതായിരിക്കെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തെ പരിഹസിച്ചത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ച് സംസാരിച്ച രാഹുൽ ശബരിമല വിഷയത്തിൽ വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചില്ല. അധികാരത്തിലെത്തിയാൽ വനിതാ സംവരണ ബിൽ പാസാക്കുമെന്നതടക്കമുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി പട്ടികയിൽ ചെറുപ്പക്കാർക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുമെന്നും വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കർഷകർ, വിമുക്ത ഭടന്മാർ, യുവാക്കൾ, വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇന്ത്യ യുണൈറ്റ്സ് പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ധർണാ സമരത്തിനാണ് ദില്ലി ജന്തർ മന്ദറിൽ തുടക്കമാവുക. വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന 40-ലേറെ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ 4.5 വർഷക്കാല ഭരണത്തിനെതിരെ 40-ലേറെ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ യുണൈറ്റ്സ് പ്രക്ഷോഭം. 9 ദിവസം നീളുന്ന ധർണാ സമരത്തിനാണ് ദില്ലി ജന്തർ മന്ദറിൽ ഇന്ന് തുടക്കമാവുക. കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിൽ സമസ്ത ജനവിഭാഗങ്ങളുടെയും ജീവിതം ദുസ്സഹമായി. കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്ന നിലയിൽ കാർഷിക മേഖല തകർന്നു. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു. പശു സംരക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയിൽ വർഗീയ ജാതി വിഭജനം ശക്തമാകുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് സമരം. കർഷകർ, വിമുക്ത ഭടന്മാർ, യുവാക്കൾ, വനിതകൾ ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾ സമരത്തിൽ അണിനിരക്കും. ദില്ലി ജന്തർ മന്ദറിൽ ഓരോ ദിവസവും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 1000-ഓളം പേർ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ മുൻനിർത്തി ധർണയിരിക്കുന്ന രീതിയിലാണ് സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സമാപന ദിവസമായ ഫെബ്രുവരി 7-ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ധർണയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്ന ഈ വിവിധ ജനവിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മുൻനിർത്തി പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാനും തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാനും പാർട്ടികളോട് അന്നേ ദിവസം സമരസമിതി ആഹ്വാനവും ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നത് ICAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. ആ വാർത്തയിലേക്ക് എത്താമതിനു മുമ്പ് ഇടവേള. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നത് ICAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. അധ്യാപക നിയമനത്തിലും സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിർണ്ണയിച്ചതിലും ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരള കേന്ദ്ര സർവകലാശാല ഭരണത്തിലെ ഉന്നതർക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. കേരള കേന്ദ്ര സർവകലാശാലയുടെ 2017-18 വർഷത്തെ ഭരണപരവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സർവകലാശാല നടത്തിയ 89 അധ്യാപക നിയമനങ്ങളിൽ UGC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിയമനത്തിനായുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് നിയോഗിച്ച സബ് കമ്മിറ്റിയിൽ യോഗ്യതയുള്ള അധ്യാപകർ ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള നിയമനങ്ങളിൽ ഇളവ് വരുത്തി ഇതേ കമ്മിറ്റിയിലെ അംഗം തന്നെ പിന്നീട് നടന്ന നിയമനത്തിൽ ഇവിടെ അധ്യാപകനായി. ഇപ്പോഴത്തെ PVC ഡോക്ടർ ജയപ്രസാദിനെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം. അധ്യാപക നിയമനത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട വകുപ്പ് തലവന്മാരെയും ഡീൻമാരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ഇത് UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇളവുകളുടെ ആനുകൂല്യം ലഭിച്ചവരിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ബന്ധുക്കളും ശിഷ്യന്മാരുമുണ്ട്. പലരുടെയും ശമ്പള സ്കെയിലുകൾ നിശ്ചയിച്ചതിലും അപാകതകൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത് സർവകലാശാലയ്ക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ ഉൾപ്പെടെ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കേന്ദ്ര സർവകലാശാലയിൽ പുനർനിയമനം നേടിയ 10ഓളം പേർ അനർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതുമൂലം 1 കോടിയോളം രൂപയുടെ നഷ്ടമാണ് പൊതുഖജനാവിനുണ്ടായിട്ടുള്ളത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പുനർനിയമനം നേടിയ അധ്യാപകേതര ഉന്നത ഉദ്യോഗസ്ഥൻ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ശമ്പളം നിശ്ചയിച്ച് 3 ഇൻക്രിമെന്റുകൾ കൂടി സ്വീകരിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പഠനക്കാട്ടെ വാടക കെട്ടിടത്തിന് വൈദ്യുതീകരണ ആവശ്യത്തിന് 16.84 ലക്ഷം രൂപ ചട്ടവിരുദ്ധമായി ചെലവഴിച്ചതായും റിപ്പോർട്ടിലുണ്ട്. യാത്രാബത്ത അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരള കേന്ദ്ര സർവകലാശാല ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയുള്ള മന്ദിരം കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും സൌകര്യങ്ങളോട് കൂടിയ ആസ്ഥാന മന്ദിരം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. സംസ്ഥാനത്തുണ്ടായ പ്രളയക്കെടുതിയിലും ഓഖിയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വലിയ പങ്കാണ് വഹിച്ചത്. പ്രളയകാലത്ത് കൃത്യമായ സൌകര്യങ്ങളൊന്നുമില്ലാതെ സെക്രട്ടേറിയറ്റിലെ ചെറിയ മുറിയിലായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നതിനു വേണ്ടി ആധുനിക സൌകര്യങ്ങളോടെ ആസ്ഥാന മന്ദിരം തയ്യാറായിരിക്കുകയാണ്. മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പ്രളയ ദുരന്തത്തെ നേരിട്ടതിന്റെ അതിന്റെ പ്രധാന അവകാശികൾ ഇവരാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാകില്ല. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള വാർത്താവിനിമയ സംവിധാനം, വർഷം മുഴുവനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നിവ മന്ദിരത്തിന്റെ പ്രത്യേകതകളാണ്. ഡേറ്റ പലയിടത്തു നിന്ന് വരും. ഇപ്പോൾ സാറ്റലൈറ്റ് ഡേറ്റയും അതുപോലെ ഇപ്പോൾ IMDയുടെ ഡേറ്റ, ഇതെല്ലാം പല സോഴ്സുകളിൽ നിന്നിവിടെ വരും. അപ്പോൾ ഈ ടെക്നോളജിയിലുള്ളത് ഇതിനെ നമ്മൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്
കൃത്യം മെസ്സേജാക്കി ജനങ്ങളിലേക്ക് ഇവിടുന്ന് തന്നെ പോകും. നമ്മൾ സൈക്ലോണിൻ്റെ ഒരു വാർണിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഒരു മൾട്ടിപർപ്പസ് വാർണിംഗ് സിസ്റ്റം ടു ദ പബ്ലിക് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട്. അതും ഇതുമായിട്ടങ്ങനെ ലിങ്ക് ചെയ്യും. അപ്പോൾ അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ പബ്ലിക്കിന് മൊത്തമായിട്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി വി എസ് സുനിൽകുമാർ, മേയർ വി കെ പ്രശാന്ത്, ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.